കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് മന്ത്രി രാജിവെക്കണം. അഡ്വക്കേറ്റ് റോയ് വാര്യാട്ട്. ഒറ്റപ്പാലം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ദേശീയ തലത്തിൽ കോടിയും ചിഹ്നയും ലഭിച്ച NCPയുടെ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഒറ്റപ്പാലത്തു നടന്നു. ശരത് പവാറിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി ശശീന്ദ്രൻ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് രാജിവെക്കണമെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് വാര്യാട്ട് ആവശ്യപ്പെട്ടു. NCP ഔദ്യോഗികമായി അജിത് പവാർ നയിക്കുന്ന NCP ആണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടിയും ചിഹ്നവും പേരും അജിത് പവാർ പക്ഷത്തിന് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കൂടുതൽ MLA-മാരും MP-മാരും MLC-മാരും മറ്റ് സ്റ്റേറ്റുകളിലെ MLA-മാരും അതിൻ്റെ ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ തൽക്കാലം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി NCP ശരത്ചന്ദ്ര പവാർ എന്ന പേര് ഉപയോഗിക്കാൻ അങ്ങനെ ഒരു പേര് മാത്രം ഉപയോഗിക്കാനാണ് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുന്നത്. അനുവാദമില്ല. അതിനുശേഷം വേറെ പേര് ആ പാർട്ടിക്ക് ഉണ്ടാവേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിൽ NCPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ച പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ ശശീന്ദ്രനും കുട്ടനാട്ടിൽ നിന്നുള്ള MLA ആയ തോമസ് കെ തോമസും ഈ പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ശരത് പവാറിനോടൊപ്പമാണ് എന്ന് പരസ്യമായി നിലപാടെടുത്തിരിക്കുകയാണ്. പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹം രാജിവെച്ചേ പറ്റൂ. ഇന്നലെ കേരള ഹൈക്കോടതി വളരെ വ്യക്തമായ ഒരു ഉത്തരവ് കേരള ഹൈക്കോടതി പാസ്സാക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. ജയിച്ച ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചതിന് ശേഷം നിലപാട് മാറ്റുന്നതാണ് ഏറ്റവും വലിയ അഴിമതി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം ടാഗോർ ഹാളിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി തന്റെ സ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. V. ജയരാജ് അധ്യക്ഷത വഹിച്ചു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിനു, അനിൽ, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ, NCP സംസ്ഥാന സെക്രട്ടറി പ്രസാദ് എന്നിവർ സംസാരിച്ചു. രാംകുമാർ സ്വാഗതവും സജിമോൾ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്.